ഹായ് ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 മാസത്തിന് ശേഷമാണ് നാം പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ വാട്സപ്പിൽ വന്നിരിക്കുന്ന കിടുക്കാച്ചി അപ്ഡേറ്റ് ആണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു. എൻ്റെ വാട്സപ്പ് ബിസിനസ് ആണ്. നോർമൽ വാട്സപ്പിലൊക്കെ ഈ ഒരു ഫീച്ചർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് യൂസേഴ്സിലും ഈ ഒരു ഫീച്ചർ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ അപ്ഡേറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ ഒരു സ്റ്റാറ്റസ് ഇടുന്നു, ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് അടിയിൽ ക്യാപ്ഷൻ്റെ തൊട്ട് സൈഡിലായിട്ട് അറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു വ്യക്തിയുടെ നെയിം ഞാൻ സെർച്ച് ചെയ്ത് മെൻഷൻ ചെയ്യുന്നു. ആഡ് കൊടുക്കുന്നു. ആഡ് കൊടുത്തതിന് ശേഷം ഓൺലി ഷെയർ വിത്ത് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു സെൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മെൻഷനായിട്ട് ഞാൻ സെൻഡ് ചെയ്ത വ്യക്തിയിലേക്ക് പോയിട്ടുള്ളത്. അത് വീണ്ടും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. നമുക്കിങ്ങനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഇവിടെയുണ്ട്. ടെസ്റ്റിന് വേണ്ടി ഞാൻ സ്റ്റാറ്റസ് മെൻഷൻ ചെയ്തപ്പോൾ മറ്റൊരു വ്യക്തി സ്റ്റാറ്റസ് അക്സെപ്റ്റ് ചെയ്ത കാഴ്ചയാണ് നിങ്ങളിവിടെ കാണുന്നത്. iOS-ൽ രണ്ടാമതായി വന്നിട്ടുള്ള കിടുക്കാച്ചി മറ്റൊരു ഫീച്ചറാണ് ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ. വെറും ഡോക്യുമെൻ്റ് മാത്രമല്ല, ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചൂസ് ഫ്രം ഫയൽസ് എന്ന് കാണാം. അതോടൊപ്പം ചൂസ് ഫോട്ടോ ഓർ വീഡിയോ എന്നും കൂടി കാണാം. നമുക്ക് കുറച്ച് മുമ്പ് വാട്സപ്പിൽ iOS-ൽ നിന്നും ഡയറക്റ്റായിട്ട് ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻ്റ് അയക്കാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ വെച്ചും ഡയറക്റ്റായിട്ട് തന്നെ ഗാലറിയിലുള്ള ഓപ്ഷൻ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡോക്യുമെൻ്റ് ഫയലുകൾ നമുക്ക് അയക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡോക്യുമെൻറ്റിലേക്ക് കൺവെർട്ട് ആയിട്ടുള്ളത് ഇവിടെ ഹൈക്ക് ഫയൽ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ ഈ ഒരു വീഡിയോക്കടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.